ആരോഗ്യം എന്ന നിഅമത്തിൻ്റെ അത് ഇല്ലാണ്ടായാൽ, അത് നഷ്ടപ്പെട്ടു പോയാലുള്ള പ്രയാസങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ നഗരങ്ങളിൽ കാണുന്ന ഹോസ്പിറ്റലുകൾ, ഡോക്ടേഴ്സ് മുന്നോട്ട് പോവില്ല. രോഗം വരുന്നത് വരെ ശ്രദ്ധിക്കില്ലെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്. സാധാരണ പറയുന്ന വിഷയത്തിൽ നിന്ന് വിഭിന്നമായി ചില പുതിയ കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന്, രോഗികളും അവരുടെ കുടുംബക്കാരും, അതായത് എന്തെങ്കിലും രോഗം പിടികൂടിയിട്ടുള്ള ആളുകളും അവരുടെ കുടുംബക്കാരും ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. മിക്കവാറും രോഗം പിടികൂടിയവർ മനസ്സിലാക്കിയത് ഒരു പ്രഗത്ഭനായ ഡോക്ടറെ കാണുകയും മരുന്ന് കഴിക്കുകയും ചെയ്താൽ എൻ്റെ ഉത്തരവാദിത്തം തീർന്നു എന്ന ധാരണ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് തിരുത്താൻ പറ്റുമോ? അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞാൽ, ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം പറയാണ്. പ്രമേഹ രോഗം, ഡയബറ്റിക് പേഷ്യൻ്റ്, അല്ലെങ്കിൽ ഒരു കാർഡിയാക് പേഷ്യൻ്റ്, ഹൃദ്രോഗം വന്ന ഒരു രോഗി, അല്ലെങ്കിൽ ഒരു കിഡ്നി ഫെയിലിയർ, കിഡ്നി രോഗം പിടികൂടിയ ഒരാൾ, അയാൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളിലെ ഒരു രോഗിയുടെ ധാരണ, രോഗം പിടികൂടിയാൽ ഡോക്ടറെ കാണുകയും മരുന്ന് കഴിക്കുകയും ചെയ്യൽ മാത്രമേ എൻ്റെ ഉത്തരവാദിത്തമുള്ളൂ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതിനപ്പുറം വല്ലതും രോഗികൾ ചെയ്യാറുണ്ടോ? ഇവരൊന്നും പറയുന്നില്ല. അല്ലേ? അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഡോക്ടറെ കണ്ടാൽ മതി, മരുന്ന് കഴിച്ചാൽ മതി, ഞാനങ്ങോട്ട് സലാമത്താവുന്നാണ് എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അതിനപ്പുറം ഒന്നും ചെയ്യാറില്ല. ആ ചെയ്യാത്തതുകൊണ്ട് ഡോക്ടർമാരുടെ കുടുംബം വളരെ റാഹത്തായി മുന്നോട്ട് പോകുന്നുണ്ട്, രോഗികളുടെ കുടുംബം കുറച്ച് പ്രയാസത്തിലാണ്. ശ്രദ്ധിക്കാൻ വല്ല കാര്യവും ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആ ഡോക്ടറെ അടുത്ത് പോവുകയും ചെയ്യില്ല. എങ്ങനെ? രോഗം മാറുന്നതിന്, രോഗം ശിഫയാവുന്നതിന്, രോഗം ക്യൂർ ആവുന്നതിന് എന്തെങ്കിലുമൊക്കെ മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഡോക്ടറെ അടുത്ത് പോവില്ല. ഞങ്ങളുടെ കണ്ണൂർ പറയും അതിന് പഥ്യം നിൽക്കുക എന്നാണ്. എന്തെങ്കിലുമൊക്കെ പഥ്യം നിൽക്കുക. ഇത് പഥ്യമൊന്നും നിൽക്കണ്ട, എത്ര വേണമെങ്കിലും കഴിച്ചോളി, മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറയുന്ന ഡോക്ടറോടാണ് നമുക്ക് പിരിശം കൂടുക. കാരണം എന്താ? പഥ്യമില്ല. അപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ മുറതെറ്റാണ്ട് നടക്കുകയും ചെയ്യും. ആണോ? അല്ലേ? നിങ്ങൾ ആ നിലപാട് തന്നെ പോയിക്കോളി. കാരണം ആശുപത്രിയുടെ നിൽക്കണമല്ലോ, ആശുപത്രികൾ ഇവിടെ നിലനിൽക്കണം. ഞാനിന്ന് വൈകുന്നേരത്തെ സദസ്സിലും പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരു നിരന്തരം യാത്ര ചെയ്ത് ലോകാനുഭവങ്ങൾ, വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്ത് മനുഷ്യജീവിതത്തിൻ്റെ ഒരുപാട് രസകരമായ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഇന്നലെ യാത്രക്കിടയിൽ ഞാൻ കണ്ടു. രോഗികളില്ലാത്ത നാട് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യം അയാൾ ചോദിക്കപ്പെട്ടു. അയാളോട് ചോദിച്ചു, രോഗികളില്ലാത്ത ഏതെങ്കിലും നാടുണ്ടോ എന്ന്. അപ്പം അയാൾ പറഞ്ഞ മറുപടി, അങ്ങനെ ഒരു നാടുണ്ട്, അത് ആഫ്രിക്കയിലാണ്. അപ്പം ചോദിച്ചു, എന്താ കാരണം? അവിടെ ഹോസ്പിറ്റലും ഇല്ല, ഡോക്ടറും ഇല്ല, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല? അവിടെ എന്തില്ല? ഹോസ്പിറ്റലും ഇല്ല, ഡോക്ടറും ഇല്ല, അതുകൊണ്ടെന്തില്ല? രോഗികളില്ല. ഒരു പക്ഷേ നമുക്കിതൊരു രസകരമായ കാര്യമായി തോന്നിയേക്കും. നമ്മൾ ജീവിതത്തിൽ കച്ചവടത്തെ ഗൗരവത്തോടെ കാണുന്നവരാണ്. ശ്രദ്ധിക്കണേ,
ജീവിതത്തിൽ കച്ചവടത്തെ, ബിസിനസ് വളരെ സീരിയസ് ആയി കാണുന്നവരാണ് നമ്മൾ. സ്പോർട്സിനെ സീരിയസ് ആയി കാണുന്നവരാണ്. പൊളിറ്റിക്സ് വളരെ സീരിയസ് ആയി കാണുന്നവരാണ്. പലതും വളരെ ഗൗരവത്തോടെ സമീപിക്കുന്നവരാണ് നമ്മൾ അധിക ആളുകളെങ്കിലും ജീവിതത്തെ വളരെ സീരിയസ് ആയി കാണുന്ന ആളുകൾ കാണാൻ ഒക്കില്ല നമുക്ക്. ജീവിതം ജീവൻ പോലത്തെ കാര്യങ്ങളെ സീരിയസ് ആയി ഗൗരവത്തോടെ കാണുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയില്ല. മിക്ക കാര്യങ്ങളിലും അവർ വളരെ ഗൗരവ സമീപനം സ്വീകരിക്കുന്ന ആളെയായിരിക്കും, ഗൗരവമായ സമീപനം സ്വീകരിക്കുന്ന ആളായിരിക്കും അയാൾ. പക്ഷേ അയാളുടെ ജീവൻ സംരക്ഷിക്കുന്ന കാര്യത്തിൽ, അയാൾ തീരെ ഗൗരവമില്ലാത്തയാളാണ്. ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്. പലതിലും ഗൗരവമുള്ള നിങ്ങളിൽ പലരും, ഒന്നുകൂടി ഞാൻ ആവർത്തിച്ചു പറയുകയാണ്, പലതിലും ഗൗരവമുള്ള വളരെ സീരിയസ് ആയി പലതിനെയും സമീപിക്കുന്ന നിങ്ങളിലെ പല ആളുകളും നിങ്ങളുടെ ജീവനെ സീരിയസ് ആയി ഗൗരവത്തോടെ സംരക്ഷിക്കാറില്ല. അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ രോഗികളായി തീരുന്നത്, രോഗത്തിൻ്റെ വർധനവുണ്ടായിത്തീരുന്നത്, ചികിത്സിച്ചാലും രോഗം ഭേദമാവാത്തത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളിൽ ഒന്ന്, 1.5 മണിക്കൂർ പ്രസംഗിക്കണമെന്നാണ് എനിക്ക് കിട്ടിയ നിർദ്ദേശം. അത്രയും നേരം നിങ്ങൾക്ക് ഇരിക്കാൻ പ്രയാസം ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ മുസ്ലിമീങ്ങളാണ്. ജീവിതത്തിൻ്റെ വിഷയത്തിൽ ഏറ്റവും മാതൃകാപരമായി ജീവിക്കേണ്ടവരാണ് നമ്മൾ. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. പല കാരണങ്ങളാൽ, പല സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളാൽ നമ്മളിൽ നിന്ന് ഇസ്ലാമിൻ്റെ ഏറ്റവും തനതായ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇസ്ലാം വളരെ ഗൗരവത്തോടെ കാണുന്ന ഒരു കാര്യമാണ് മനുഷ്യന്റെ ആരോഗ്യം. വളരെ ഗൗരവത്തോടെ കാണുന്ന മതമാണ് ഇസ്ലാം. ആരോഗ്യം എന്നത്, സിഹത്ത് എന്നത്. ഈമാൻ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തെളിവ് ഞാൻ പറയാണ്. മനുഷ്യനായി ജനിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈമാൻ എന്ന നിഅമത്ത് അള്ളാഹുവിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ, അന്നമ അലൈന ബിൽ ഈമാൻ എന്ന് പറയാറുണ്ടല്ലോ, അന്നമ അലൈന ബിൽ ഈമാൻ എന്ന് നമ്മൾ പറയാറുണ്ട്. ഈമാൻ എന്ന നിഅമത്ത് അള്ളാഹുവിൽ നിന്ന് ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹിന്റെ അടുത്ത് നിന്ന് ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നിഅമത്ത് അസ്സിഹത്തു എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരോഗ്യമാണ്. അള്ളാഹു നമ്മളിലെ രോഗികൾക്ക് ശിഫയും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. കാരണം ഞാൻ നിരന്തരം ജീവിതത്തിൽ കണ്ടുമുട്ടുന്നത് വളരെ പ്രയാസകരമായ രോഗങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെയാണ്. യാത്രകളോ പ്രസംഗങ്ങളോ ഇല്ലെങ്കിൽ മിക്കവാറും ദിവസത്തിൻ്റെ നല്ലൊരു സമയവും എനിക്ക് ചെലവഴിക്കേണ്ടി വരുന്നത് വളരെ മാരകമായ രോഗങ്ങൾ പിടികൂടിയ ആളുകളോടൊപ്പമാണ്, അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളോടൊപ്പമാണ്. അതിൻ്റെ ദുരിതം, ക്യാൻസറിൻ്റെ മാരകമായ വേദന. ഇപ്പം മിഞ്ഞാന്ന് വളരെ വിഷമുള്ളൊരു വാർത്ത പെട്ടെന്ന് കേൾക്കേണ്ടി വന്നത്, ക്യാൻസറാണ്, പെട്ടെന്ന് അരക്ക് താഴെ തളർന്നുപോയി. 10-30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. വളരെ സങ്കടത്തോടെ എനിക്ക് പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പറയുമ്പോൾ നമ്മൾ അന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ സങ്കടത്തിലാവും. എത്ര ആളുകളാണെന്നറിയുമോ വലിയ രോഗങ്ങൾ വന്ന് കിടപ്പിലായിട്ട്. മാത്രമല്ല അവരെ പരിചരിക്കുന്ന കുടുംബത്തിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്ന് ഞാൻ 37 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടി. ആ ചെറുപ്പക്കാരന് രോഗമാണ്. പക്ഷെ എന്നെ സങ്കടപ്പെടുത്തിയത് 10-60 വയസ്സുള്ള ആ മകൻ്റെ ഉമ്മയാണ്.
അവർക്ക് ജീവിതത്തിൽ 37 വർഷമായിട്ട് ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് അറിയില്ല. 37 വർഷമായി രോഗമായ മകനെ പരിചരിക്കുന്നതിനും അപ്പുറം അവർക്ക് ജീവിതമില്ല. ആ വീട്ടിൽ ഒരു ഉമ്മയും മകനും മാത്രമാണ്. അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ, അള്ളാഹു ഷിഫയും ആഫിയത്തും കൊടുക്കട്ടെ. 3 മുഅ്മിനീങ്ങളുടെ ആമീൻ അള്ളാഹു പരിഗണിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ്റെ അസുഖം അള്ളാഹു ഷിഫയായി കൊടുക്കട്ടെ. അത് മനസ്സിലാക്കണം. രോഗം എന്നത് രോഗിയെ മാത്രമല്ല, ഒരു കുടുംബത്തെ മുഴുവൻ പ്രയാസത്തിലാക്കും. ആക്കൂലേ? ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കൂലേ രോഗം? ഒരു കുടുംബത്തിന്റെ പനിയെക്കുറിച്ചല്ല ഞാൻ പറയണത്. ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർത്ത് കളയും രോഗം. പുതിയ സമൂഹത്തിലെ യുവാക്കൾ, യുവതികൾ, ഒരു 30 വയസ്സിന് താഴെയുള്ളവർ അല്ലെങ്കിൽ 40 വയസ്സിന് താഴെയുള്ളവരുടെ മിക്ക ആളുകളുടെയും ജീവിതം മാരക രോഗങ്ങൾ വില കൊടുത്ത് വാങ്ങുന്നതാണ്. പൈസ കൊടുത്ത് രോഗം വിലക്ക് വാങ്ങുന്ന ആളുകളാണ് ഈ സദസ്സിലിരിക്കുന്ന വലിയൊരു വിഭാഗവും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എതിർക്കാനൊന്നും കഴിയില്ല. അത് എന്നോടുള്ള ബഹുമാനം കൊണ്ടൊന്നല്ല, നിങ്ങൾ അതാണെന്ന് ഞാൻ തെളിയിച്ചു തരും. പൈസ കൊടുത്ത് രോഗം വാങ്ങുന്നവർ എന്ന് ഞാൻ ആ പ്രയോഗം ശരിയല്ലാന്ന് തോന്നുന്നുണ്ടോ? വില കൊടുത്ത് രോഗം വാങ്ങുന്നവർ എന്ന എൻ്റെ പ്രയോഗം ശരിയല്ലെന്ന് തോന്നുന്നുണ്ടോ? ക്യാഷ് കൊടുത്തിട്ട് സൂക്കേട് വാങ്ങുക, ക്യാഷ് കൊടുത്ത് സൂക്കേട് വാങ്ങുക. ഹോസ്പിറ്റലുകൾക്കോ ഡോക്ടേഴ്സിനോ നിലവിലെ സംവിധാനം വെച്ചുകൊണ്ട് ഡോക്ടേഴ്സിനോ ഹോസ്പിറ്റലുകൾക്കോ ഈ മഹാമാരക രോഗങ്ങൾക്ക് മുമ്പിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കെത്രയോ അനുഭവത്തിൽ നിന്ന് ബോധ്യമാണ്. നിങ്ങൾക്ക് ബോധ്യമാവാണ്ടുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ബോധ്യമാവാണ്ടുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെ പറയും. നിലവിലെ ഹോസ്പിറ്റൽ സംവിധാനം, ഡോക്ടേഴ്സൊക്കെ നല്ല സേവനങ്ങൾ ചെയ്യുന്നവരാണ്, വലിയ കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. ഓരോരുത്തരും അവർക്ക് കഴിയുന്ന രൂപത്തിൽ വലിയ സേവനങ്ങൾ മനുഷ്യ സമൂഹത്തിന് ചെയ്യുന്നവരാണ്. പക്ഷെ എൻ്റെ ചോദ്യം ഇതാണ്, നമ്മുടെ ഈ സമൂഹത്തോടുള്ള ചോദ്യം ഇതാണ്: ഈ സംവിധാനങ്ങൾക്ക് മാരക രോഗങ്ങളെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതൊരു പ്രശ്നമാണ്, ഇതൊരു സാമൂഹിക പ്രശ്നമാണ്. ആരോഗ്യം എന്നതൊരു സാമൂഹിക വിഷയമാണ്. ഒരു വ്യക്തിക്ക് സാധ്യമാക്കാൻ കഴിയാത്തതാണ്. ഒരു സമൂഹം ഒന്നടങ്കം തീരുമാനിച്ചാൽ മാത്രം സാധ്യമാക്കാൻ കഴിയുന്നതാണ് ഹെൽത്തി ജമാഅ, ആരോഗ്യമുള്ള ഒരു കമ്മ്യൂണിറ്റി, ഒരു സമൂഹം. വളരെ ആദരണീയരായ ഈ മഹല്ലിന്റെ ഉമറാക്കൾ ഇതിനു വേണ്ടി ഉത്സാഹം കാണിച്ചു എന്നത് വളരെ ശ്ലാഘനീയമാണ്. ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം ഈ നാട്ടുകാർക്ക്, ഈ മഹല്ലിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ ഒരു അവയർനെസ് പ്രോഗ്രാം. ഇസ്ലാം വളരെ ഗൗരവത്തോടെ ആരോഗ്യത്തെ കാണുന്നു. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ അഫ്വ വൽ ആഫിയ. നോക്കൂ നിങ്ങൾ, ഇന്നാ നസ്അലുക്കൽ അഫ്വ വൽ ആഫിയ, വളരെ ഗൗരവമുള്ള ഒരു ദുആ ആണിത്. പക്ഷെ നമ്മൾ ദുആ ചെയ്യില്ല. രോഗം വരുന്നത് വരെ രോഗം വരാതിരിക്കാനുള്ള പ്രാർത്ഥനകളിൽ ഇടപെടുന്ന ആളുകൾ കുറവാണ്. ഇസ്ലാം മനുഷ്യൻ എപ്പോഴും ആരോഗ്യവാനായിരിക്കണം എന്നതിനാൽ ജന്മം മുതൽ ഒടുക്കം വരെ ശാരീരിക ക്ഷമത നഷ്ടപ്പെടാതിരിക്കാൻ ആവശ്യമായ പ്രാർത്ഥനകളും പരിപാലന രീതികളും ഭക്ഷണക്രമങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ രോഗം വരാതിരിക്കാൻ ഇസ്ലാമിലെ നിസ്കാരം യോഗക്ക് സമാനമാണ്, അതുകൊണ്ട് രോഗം വരില്ല എന്ന മണ്ടത്തരമൊന്നും വിളിച്ചു പറയേണ്ട ആവശ്യമൊന്നുമില്ല. രോഗം വരാതിരിക്കാൻ ഇസ്ലാം വളരെ സയന്റിഫിക്കായ, വളരെ ശാസ്ത്രീയമായ ചില കാര്യങ്ങൾ വേറെ പറഞ്ഞിട്ടുണ്ട്. നിസ്കാരം സൂക്കേട് മാറാനുള്ള വഴിയാക്കിയിട്ടൊന്നും ഉണ്ടാക്കിയതല്ല, അത് വേറെ ഏർപ്പാടാണ്. അങ്ങനൊക്കെ അബദ്ധങ്ങൾ വിളിച്ചു പറയുന്നവരുണ്ട്. ആരോഗ്യം, ഹെൽത്ത് സയൻസ് എന്ന കാര്യത്തിൽ ഇസ്ലാമിന് വേറെ തന്നെ 100 കണക്കിന് കാര്യങ്ങൾ പറയാനുണ്ട്.
അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ആയത്തുകൾ ഖുർആനിലുണ്ട്, ഹദീസുകൾ ഖുർആനിലുണ്ട്, അനേകം ഗ്രന്ഥങ്ങളുണ്ട്. എല്ലാ നൂറ്റാണ്ടിലും, മനുഷ്യ ചരിത്രത്തിലെ എല്ലാ നൂറ്റാണ്ടിലും ഗ്രന്ഥരചന നിർവഹിക്കപ്പെട്ട ഒരേ ഒരു വൈദ്യശാസ്ത്രം ഇസ്ലാമിക വൈദ്യശാസ്ത്രമാണ്, തിബ്ബുൻ നബവിയാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ ആരോഗ്യശാസ്ത്രമാണ്. അപ്പൊ ജന്മത്തിന്റെ പ്രഥമഘട്ടത്തിൽ ഭൂമിയിലേക്ക് വന്ന മനുഷ്യൻ ആദ്യം കേൾക്കുന്ന ബാങ്കൊലി, ജന്മത്തിന്റെ ആദ്യഘട്ടത്തിൽ മനുഷ്യൻ കേൾക്കുന്ന ബാങ്കൊലി എന്തിനാണ് ജനിച്ച ഉടനെ മനുഷ്യ കുഞ്ഞിന്റെ വലത് ചെവിയിൽ ബാങ്ക് കേൾപ്പിക്കുന്നത് എന്നിടത്ത് നിന്ന് നമ്മൾ ആരംഭിക്കണം ആരോഗ്യ വിഷയത്തിൽ ഒരു മതം മനുഷ്യനോട് കാണിച്ച ഗൗരവം എത്ര വലുതാണ് എന്ന് ബോധ്യപ്പെടാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തിനായിരിക്കും ജനിച്ചു വീണ ഉടനെ കുഞ്ഞിന്റെ വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കുന്നത്? ഓന്റെ മയ്യത്ത് നിസ്കാരത്തിന് ബാങ്കില്ലാത്തോണ്ടാ? നിങ്ങൾ പറയണം. എന്റെ ചോദിച്ചൂടെ? ജനിച്ച ഉടനെ എന്തിനായിരിക്കും വലത് ചെവി? നിങ്ങളത് ചിന്തിച്ചിട്ട് നിങ്ങളുടെ ഇമാമിനോട് ചോദിക്കുക. ഷെയ്ഖ് മുഹമ്മദ് ഇർഫാൻ ഇപ്പൊ തൊബീബാണ്, തിബ്ബുൻ നബവി അറിയുന്ന ആളാണ്. ചോദിക്കും നിങ്ങൾ. അപ്പൊ ചെവിയിലൂടെ കേൾക്കുന്ന ശബ്ദ തരംഗങ്ങളിലൂടെ നെർവസ് സിസ്റ്റത്തെ, ബ്രെയിൻ സിസ്റ്റത്തെ, ഹാർട്ട് ആൻഡ് ബ്രെയിൻ കമ്മ്യൂണിക്കേഷനെ, സുബ്ഹാനല്ലാഹ്, നമ്മൾ പറഞ്ഞാൽ തീരൂല ഈ വിഷയം ഒന്നും പറഞ്ഞാൽ തീരുന്നതല്ല. മനുഷ്യനും ശബ്ദവും തമ്മിലുള്ള ബന്ധം, ശബ്ദ തരംഗങ്ങളിലൂടെ മനുഷ്യ ഹൃദയത്തെയും മസ്തിഷ്കത്തെയും, അത് രണ്ടും തമ്മിലുള്ള ബന്ധത്തെ ഒന്ന് ക്രമപ്പെടുത്തൽ ജന്മത്തിന്റെ ആദ്യത്തിൽ, ജീവിതത്തിന്റെ തുടക്കത്തിൽ. ഇസ്ലാം ഒരു ചെറിയ മതമല്ല, മനുഷ്യ ജീവിതത്തിന്റെ സർവ്വ ഏരിയയിലും ഇടപെട്ട ഒരു ജീവിത വ്യവസ്ഥിതിയാണ്. ഞാനിപ്പോ ബാങ്ക് കേട്ടോണ്ട് അത് ഓർമ്മിച്ചേ. ബാങ്ക് ശ്രദ്ധയോടെ കേൾക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ബാങ്ക് ശ്രദ്ധയോടെ കേൾക്കണം. നരമ്പ് സംബന്ധമായ രോഗങ്ങൾ വ്യാപകമായ കാലഘട്ടത്തിൽ, ബ്ലഡ് പ്രഷറിന്റെ കംപ്ലൈന്റ് കൊണ്ടുള്ള ദുരിതം വളരെ വ്യാപകമായ കാലഘട്ടത്തിൽ ഇസ്ലാമിലെ ബാങ്ക് എന്താണ് എന്ന് പഠിക്കേണ്ടതുണ്ട്. അതെങ്ങനെയൊക്കെയാണ് മനുഷ്യരെ വിജയത്തിലേക്ക്, ഹയ്യ അലൽ ഫലാഹ്, എങ്ങനെയൊക്കെയാണ് മനുഷ്യനെ അത് വിജയത്തിലേക്ക് എത്തിക്കുന്നത്, ഏതൊക്കെ കാര്യത്തിലുള്ള വിജയമാണ് അല്ലെങ്കിൽ ഏതൊക്കെ കാര്യത്തിലുള്ള വിജയത്തിലേക്കാണ് ഈ ബാങ്കുകാരൻ നമ്മളെ വിളിക്കുന്നത് എന്ന് പഠിക്കേണ്ടതുണ്ട്. നിരന്തരം ബാങ്ക് കേൾക്കുന്ന ഒരു സമൂഹം പഠിക്കേണ്ടതുണ്ട്. മാരകമായ രോഗങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്ന ആരോഗ്യശാസ്ത്ര അധ്വാനികൾക്ക് മുമ്പിൽ ഇസ്ലാമിലെ ഒരുപാട് കാര്യങ്ങൾ ചർച്ചക്കെടുക്കുകയാണെങ്കിൽ നമ്മൾ അത്ഭുതപ്പെട്ടു. അപ്പൊ ഇസ്ലാമിൽ ആരോഗ്യം വളരെ ഗൗരവമുള്ള കാര്യമാണ്. ജന്മത്തിന്റെ തുടക്കം മുതൽ അവസാന ഒടുക്കം വരെ ഈ കാര്യത്തിൽ മതം, അള്ളാഹുവിന്റെ ദീൻ, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതിമാരകമായ രോഗങ്ങൾ കൊണ്ട് ജനങ്ങൾ പ്രയാസത്തിലായ ഈ കാലഘട്ടത്തിൽ ഈ ഒരു ശാസ്ത്ര സത്യത്തെ, ഈ ഒരു ശാസ്ത്ര വഴിയെ സമൂഹത്തിൽ പരിചയപ്പെടുത്തുക എന്ന ദൗത്യമാണ് കുറച്ച് ഉലമാക്കൾ, ആ കൂട്ടത്തിൽ എന്നെ പോലെയുള്ള സാധാരണക്കാരും ചേർന്നുകൊണ്ട് ഇന്ന് നടത്തി വരുന്നത്. തിബ്ബുൻ നബവി ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യൂണിവേഴ്സിറ്റി തന്നെ ഇന്ത്യയിൽ സ്ഥാപിച്ചുകൊണ്ട് ഈ ആരോഗ്യ ശാസ്ത്രത്തെ പുതിയ കാലത്തെ രോഗപ്രതിസന്ധിക്ക് മുമ്പിൽ സമർപ്പിക്കുന്നതിൽ കർണാടകയിലും കേരളത്തിലുമുള്ള തമിഴ്നാട്ടിലുമുള്ള ഒരു കൂട്ടം ഉലമാക്കൾ വളരെ ശ്ലാഘനീയമായി ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യ സേവന പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർശനങ്ങൾക്ക് മാത്രമേ ഇനി രോഗികളില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയൂ. ദർ ഇസ് നോട്ട് ഇൻക്യൂറബിൾ ഡിസീസ് എന്ന് ചരിത്രത്തിൽ ആകെ പറഞ്ഞ ഒരേ ഒരു വൈദ്യശാസ്ത്ര പണ്ഡിതൻ
സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ശിഫാ ഔ കമാ ഖാൽ മുഹമ്മദുർ റസൂലുള്ളാഹി. പല രോഗവും മരുന്നുണ്ട്, ചികിത്സയുണ്ട് എന്ന് പറയാമെന്നല്ലാതെ അത് പരിപൂർണമായി ശിഫയാകുമെന്ന് പറയാൻ ധൈര്യം കാണിച്ച ആളുകൾ വളരെ കുറവാണ്. രോഗം എത്ര മാരകമാണെങ്കിലും അത് ശിഫയാകുമെന്ന് പറയാൻ ധൈര്യം കാണിച്ച ആളുകൾ കുറവാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് 1400 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യ ജീവിതത്തിന്റെ വിജയ വഴികൾ, മനുഷ്യ ജീവിതത്തിന്റെ വഴികളല്ല, മനുഷ്യ ജീവിതത്തിന്റെ വിജയ വഴികൾ, അങ്ങനെ തന്നെ പറയണം. മനുഷ്യ ജീവിതത്തിന്റെ വഴികൾ എന്ന് പറഞ്ഞാൽ അത് കലാമ് താമാവൂല, പരിപൂർണാവൂല. എന്താ പറഞ്ഞത്? മനുഷ്യ ജീവിതത്തിന്റെ വിജയ വഴികൾ. എവിടെയും ജയിച്ചുകൊണ്ടിരിക്കും. ഒറ്റക്കാണെങ്കിലും ജയിക്കും, കുടുംബപരമായിട്ടാണെങ്കിലും ജയിക്കും, കച്ചവടത്തിലും ജയിക്കും, രാഷ്ട്രീയത്തിലും ജയിക്കും, എല്ലാത്തിലും ജയിക്കുന്ന വഴികൾ പഠിപ്പിച്ചയാളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വ്യക്തിപരമായി, കുടുംബപരമായി, സാമൂഹികമായി, സാമ്പത്തികമായി, രാഷ്ട്രീയപരമായി വിജയിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കാർക്കും ആശങ്കയൊന്നും വേണ്ട. മുഹമ്മദീയത്തിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളൊന്ന് വഴിമാറി നടക്കാൻ തീരുമാനിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കൊന്ന് വഴിമാറി നമ്മൾ ആരൊക്കെയോ നേതാക്കളാക്കി വെച്ചിട്ടുണ്ട്, ആരൊക്കെയോ നമ്മൾ റോൾ മോഡലാക്കി വെച്ചിട്ടുണ്ട്, ആരെയൊക്കെയോ റോൾ മോഡലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ആശങ്കപ്പെടുന്ന വാർത്തകൾ ഭരണകർത്താക്കളിൽ നിന്ന് കേൾക്കേണ്ടി വരും. ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ ഭരണകർത്താക്കളിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നത് നിങ്ങളുടെ റോൾ മോഡൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവാത്തത് കൊണ്ടാണ്. മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക്? സദസ്സിന് മനസ്സിലായിട്ടുണ്ടോ ഞാൻ പറഞ്ഞത്? ആശങ്കപ്പെടുത്തുന്ന, മനസ്സിനെ വേവലാതിപ്പെടുത്തുന്ന, പൗരത്വം പോലത്തെ കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന വാർത്തകൾ നിങ്ങൾ വായിക്കേണ്ടി വരുന്നത് മുഹമ്മദീയത്തിൽ നിന്ന് നിങ്ങൾ വഴിമാറി നടന്നതുകൊണ്ടാണ്. ഒരു സമൂഹത്തിന്റെ സ്വീകാര്യത മുഹമ്മദീയത്തിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിനെ ലോകം സ്വീകരിച്ചത് അവരിൽ മുഹമ്മദീയത്തുണ്ടായത് കൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിൽ ഇപ്പൊ എന്താ ഇല്ലാണ്ടായത്? എന്താ ഇല്ലാണ്ടായത്? മുഹമ്മദീയത്ത്, ആകർഷണീയത, അട്രാക്ഷൻ. മുഹമ്മദീയത്ത് എന്നതിന് ഞാൻ കൊടുക്കുന്ന അർത്ഥം ആകർഷണീയത, അട്രാക്ഷൻ, സ്വീകാര്യത. അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക്. അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക്. പാർശ്വവൽക്കരിക്കപ്പെടും, എഴുതിത്തള്ളപ്പെടും. രേഖയിൽ ഉണ്ടാവില്ല എന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. രേഖയിൽ ഉണ്ടാവില്ല. മുസ്ലിം രാജ്യത്ത് തന്നെ മുസ്ലിമീങ്ങൾക്ക് ജീവിതം പ്രയാസമാണ്. നിങ്ങൾക്കറിയില്ല അത്? ഫലസ്തീനിൽ, ഇറാഖിൽ, ബഗ്ദാദിൽ, സിറിയയിൽ ഇതൊന്നും നിങ്ങൾക്കറിയില്ലേ? അവർക്ക് മുഹമ്മദീയത്ത് നഷ്ടപ്പെട്ടതിന്റെ പരിണിത ഫലം. പ്രതിരോധശേഷി നഷ്ടപ്പെട്ട ഒരു തടിയിൽ എന്തൊക്കെ രോഗം വരുന്ന? പ്രതിരോധശേഷി നഷ്ടപ്പെട്ട തടിയിൽ എന്തെല്ലാം രോഗം വരാം? അള്ളാഹു ഇസ്സത്തിലാക്കി തരട്ടെ. ഇസ്സത്തിന്റെ മാനദണ്ഡം മുഹമ്മദീയത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, മാരക രോഗങ്ങൾ ഒരുപാട് വർദ്ധിക്കുകയാണ്. പ്രമേഹമുണ്ട്, ക്യാൻസർ ഉണ്ട്, കിഡ്നി രോഗമുണ്ട്, കരൾ രോഗമുണ്ട്. കരൾ രോഗം തന്നെ വളരെ വിഭിന്നമാണ്, വളരെ വിഭിന്നമാണ്. അങ്ങനെ ചികിത്സ കൊണ്ട് ഭേദമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാൻ പോലും വകയില്ലാത്ത മാരക രോഗങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോഴാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ഹദീസ് പാരായണം ചെയ്യുന്നത്. മാ അൻസലല്ലാഹു ദാഅൻ, മാ അൻസലല്ലാഹു ദാഅൻ. അല്ലാഹു ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല. രോഗം ഇറങ്ങലാണ്. രോഗം ഇറങ്ങലാണ്, രോഗം പരക്കലല്ല. മനസ്സിലായിട്ടില്ല? ലാ അദുവ, രോഗം പരക്കലില്ല. പിന്നെന്താ ഉള്ളത്? രോഗം ഇറങ്ങലാണ്. അൻസലല്ലാഹു ദാഅൻ. രോഗം സ്പ്രെഡ് ആവലില്ല. അത് ഒരു സയന്റിഫിക്കായ വാക്കല്ല. സയൻസിൽ അപാകതയുള്ളവരുടെ വാക്കാണ് രോഗപ്പകർച്ച. പരിശുദ്ധ ഹദീസ് ശരിയായ വിശകലനത്തിന് വിധേയമാക്കിയാൽ രോഗമൊന്നും പകരില്ല, തെളിയിക്കാൻ കഴിയില്ല. പകരം
രോഗമിറങ്ങും. അത് ചില രാത്രികളിൽ, ചില പകലുകളിൽ, കൊല്ലത്തിലെ ചില രാത്രികളിൽ ആകാശത്തിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ചില രോഗങ്ങൾ ഇറങ്ങും. അതുകൊണ്ട് നിങ്ങൾ പാത്രം മൂടി വെക്കണം, പാത്രം കമിഴ്ത്തി വെക്കണം. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ രാത്രികളിൽ നിങ്ങളുടെ വീടുകളിലെ ഭക്ഷണം കഴിച്ച് കഴുകി വൃത്തിയാക്കിയ പാത്രങ്ങൾ കമിഴ്ത്തി വെക്കണം. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. എത്ര വലിയ വാക്കുകളാണ്! ഒരു സമൂഹത്തെ അപ്പാടെ ആരോഗ്യപരമായി സംരക്ഷിക്കുന്ന എത്ര വലിയ വാക്കുകളാണിത്. പാത്രം കമിഴ്ത്തി വെക്കണം, അഥവാ തുറന്നു വെക്കേണ്ടി വന്നാൽ വല്ല അടപ്പും വെക്കണം. അടപ്പിനൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു കമ്പെങ്കിലും വെക്കണം. സുബ്ഹാനല്ലാഹ്. പ്രതീകാത്മകമായ തടസ്സം. ഏറ്റവും വലിയ രോഗപ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് ഇസ്ലാമോളം ചർച്ച ചെയ്ത മറ്റൊരു രീതി നമുക്ക് കാണാൻ കഴിയില്ല. നമ്മളിതിനെ വേണ്ടാന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. മാ അൻസലല്ലാഹു ദാഅൻ. നിങ്ങൾക്കെല്ലാവർക്കും ധൈര്യം വരുത്താനാണ് ഞാനീ പറയണത്. നിങ്ങളിൽ ചില ആളുകൾക്കൊരാശങ്കയുണ്ട്, എന്നെ പിടികൂടിയ രോഗം ഭേദമാവില്ലെന്ന്. ചില ഡോക്ടേഴ്സ് അങ്ങനെ പറഞ്ഞ് നിങ്ങളെ വിശ്വസിപ്പിച്ചിട്ടുണ്ട്. ഈ ആശങ്ക മാറ്റുക എന്നതാണ് എൻ്റെ ജീവിത ദൗത്യം, അല്ലെങ്കിൽ ഞാൻ പ്രചരിപ്പിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നബിശാസ്ത്രത്തിൻ്റെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശാസ്ത്രത്തിന്റെ ദൗത്യം അതാണ്. മാ അൻസലല്ലാഹു ദാഅൻ. അല്ലാഹു ഒരു രോഗത്തെയും മനുഷ്യനുമേൽ ഇറക്കിയിട്ടില്ല. ഇത് രോഗികൾ മനഃപ്പാടമാക്കേണ്ട ഹദീസാണ്. രോഗം കൊണ്ട് പ്രയാസത്തിലായ ആളുകൾ മനഃപ്പാടമാക്കേണ്ട ഹദീസാണ്. മാ അൻസലല്ലാഹു ദാഅൻ. അല്ലാഹു ഒരു രോഗത്തെയും മനുഷ്യനുമേൽ ഇറക്കിയിട്ടില്ല. ഇല്ലാ അൻസല ലഹു ശിഫാ. ലാ ഇലാഹ, ഒരു ഇലാഹു ഇല്ല, ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ. കടുപ്പുള്ള വാക്കാണ്. അല്ലാഹ് മാത്രമേ ആരാധനക്ക് അർഹനുള്ളൂ എന്ന് പറയുന്നതിനേക്കാൾ കടുപ്പുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിന്. മാ അൻസലല്ലാഹു ദാഅൻ, ഇറക്കിയിട്ടേ ഇല്ല. ഒരു രോഗവും അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കിയിട്ടില്ല. ഇല്ലാ അൻസല ലഹു ശിഫാ ഔ കമാ ഖാൽ മുഹമ്മദ് റസൂലുള്ളാഹി. നിങ്ങൾ ചിന്തിക്ക്, ഒരു 2 മിനിറ്റെങ്കിലും എൻ്റെ സഹോദരന്മാരും സഹോദരിമാരും ചിന്തിക്ക്. എന്നിട്ട് എന്തേ എൻ്റെ സൂക്കേട് മാറാത്ത? നിങ്ങൾ അങ്ങനെ ചിന്തിക്ക്, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക. അപ്പോഴേ എൻ്റെ വാക്കുകൾ, അടുത്ത വാക്കുകൾക്ക് പ്രസക്തിയുള്ളൂ. നിങ്ങൾ അങ്ങനെ ചിന്തിക്ക്. എന്നിട്ട് എന്തേ എൻ്റെ രോഗം ശിഫയാവാത്തത്? അല്ലേ ചോദിക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് ചോദ്യം. എന്നിട്ട് എന്താണ് എൻ്റെ രോഗം ശിഫയാവാത്തത്? എല്ലാ രോഗത്തിനും അള്ളാഹു ശിഫ ഇറക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ രോഗം മാറുന്നില്ലല്ലോ. അതിന്റെ മറുപടി, രോഗമുണ്ടാകുന്ന വഴിയിൽ നിന്ന് ഇപ്പോഴും മാറി നിന്നിട്ടില്ല. ഒന്ന്, രോഗം ഉണ്ടാവുന്ന വഴിയിൽ നിന്ന് ഇപ്പോഴും നിങ്ങൾ മാറി നിന്നിട്ടില്ല. ഉത്തരം 1. മനസ്സിലായിട്ടില്ല? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല? രോഗം ഉണ്ടാവുന്ന വഴിയിൽ നിന്ന് ഇപ്പോഴും മാറി നിന്നിട്ടില്ല. ഉത്തരം മനസ്സിലായിട്ടില്ല? ഇല്ലെങ്കിൽ പറയും. രോഗം ഉണ്ടാവുന്ന വഴി, രോഗം ഇല്ലാണ്ടാവുന്ന വഴി, രോഗം വളരുന്ന വഴി, രോഗം ശക്തിപ്പെടുന്ന വഴി. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവാത്ത ആള് പറയണേ. എന്റെ രോഗം എന്താണ് ശിഫയാവാത്തത് എന്നാ ചോദ്യം. എന്റെ രോഗം എന്തുകൊണ്ടാണ് ശിഫയാവാത്തത് എന്നതാ ചോദ്യം. ഞാൻ പറഞ്ഞ ഹദീസ് എന്താണ്? മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ശിഫാ. എല്ലാ രോഗവും ശിഫയാവും. എത്രയോ ആളുകളുടെ എത്രയോ രോഗങ്ങൾ ശിഫയായിട്ടുണ്ട്. അപ്പൊ എനിക്ക് രോഗം ഉണ്ടായിട്ട് എത്ര കൊല്ലായി? 10 കൊല്ലമായി. അല്ല എത്രയും 15 കൊല്ലമായി. എന്താ ഡോക്ടറെ കാണിക്കുന്നില്ലേ? കാണിക്കണ്ട്. എന്താ പിന്നെ മരുന്ന് കുടിക്കണ്ടാവൂല അല്ലെ? കൃത്യമായി കുടിക്കണ്ട്. അപ്പൊ പിന്നെന്താ സൂക്കേട് മാറാത്തത്? സൂക്കേടുണ്ടാവുന്ന, രോഗമുണ്ടാകുന്ന വഴിയിൽ നിന്ന് വിട്ടു നിന്നിട്ടില്ല. എന്താ രോഗം ഇല്ലാണ്ടാക്കുന്ന വഴിയുണ്ടോ? രോഗം വരുന്ന വഴിയുണ്ടോ? അങ്ങനെ ഒരു വഴിയുണ്ട്. പള്ളിയിലേക്ക് വരുന്ന വഴിയുണ്ടോ? വഴിയുണ്ട്. ആ ഇതിലേക്ക് കയറിയാൽ പള്ളിയിലേക്ക് എത്തും. മനസ്സിലായില്ലേ? പിന്നെ മംഗലാപുരത്തേക്കുള്ള ബസ്സിന് കയറിയിട്ട് കണ്ണൂരിന്നേ, ഞാൻ മംഗലാപുരത്തേക്കുള്ള ബസ്സിന് കണ്ണൂരിൽ കയറിയിട്ട് കോഴിക്കോടേക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുവാ? എനിക്ക് പറ്റൂല, നിങ്ങൾക്ക് പറ്റുമെന്നറിയില്ല. ഉണ്ട്, അങ്ങനെ ഉണ്ടാ. സൂക്കേട് മാറാനുള്ള ബസ് കയറിയിട്ട് സൂക്കേട് ഉണ്ടാക്കുന്ന ടിക്കറ്റ് എടുക്കുന്ന പരിപാടിയാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത്. അത് പറയാനാ ഞാനിത് പറഞ്ഞത്. മനസ്സിലായില്ലേ?
ആ കരയുന്ന കുഞ്ഞുങ്ങളുള്ള ഉമ്മമാർക്ക് അല്ലേ പുറത്തേക്ക് കുട്ടീനെ എടുത്ത് നടന്നൂടെ അല്ലേ? അതിന് പ്രശ്നമുണ്ടോ? അതിന് പ്രശ്നമില്ല. കരയുന്ന കുട്ടികളുള്ള ഉമ്മമാർക്ക് കുഞ്ഞുങ്ങളെ എടുത്ത് പുറത്ത് പോകാവുന്നതാണ്. സദസ്സിനോടുള്ള ബഹുമാനക്കേടാവില്ല അത് എന്ന് പ്രത്യേകം ഉണർത്തുന്നു. പിന്നെ ആ കുഞ്ഞിൻ്റെ ഉമ്മാനെ കാണാത്ത കാര്യമൊന്നും പറയാൻ പറ്റൂല. അങ്ങനെയാണ് പിന്നെ ഞാൻ പറഞ്ഞ വെറുതെ ആവും അല്ലേ? ഒന്ന് പറഞ്ഞാലേ ആ കുട്ടീനെ എടുത്തിട്ട് പുറത്ത് പോയാൽ ഞാൻ സാധാരണ പറയല്ലേ, കുട്ടികളെ എടുത്തിട്ട് വോട്ട് ചെയ്യാനേ പോകാൻ പാടുള്ളൂ. ഇലക്ഷന് വോട്ട് ചെയ്യുമ്പോൾ കുട്ടികളെ എടുത്ത് പോയാൽ വേഗം ക്യൂ നിൽക്കാണ്ട് എന്താക്കുക, വോട്ട് ചെയ്തിട്ട് വരാം. ഈ ക്ലാസ്സിന് വരുമ്പോൾ കുട്ടികളെ എടുത്ത് വന്നാൽ കുട്ടികൾക്ക് ക്ലാസ്സും രോഗവും സൂക്കേടും മരുന്നും ഡോക്ടറും ഒന്നും അവർക്കറിയില്ല. ഓർക്ക് കരയാൻ തോന്നിയാൽ കരയും, ചിരിക്കാൻ തോന്നിയാൽ ചിരിക്കും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇൻഷാ അല്ലാഹ്. ആ കുട്ടീൻ്റെ ഉമ്മ ഇല്ലാന്ന് തോന്നുന്നല്ലേ അവിടെ? അല്ല, എടുത്തിട്ട് അവർ പോകുന്നതാണ് നല്ലത്. കാരണം വെച്ചാൽ കുഞ്ഞുങ്ങൾ അങ്ങനെ കരച്ചിൽ നിർത്താൻ പറ്റൂല. കുട്ടികളിൽ വാശിയും തർക്ക സ്വഭാവവും വരുന്നത് ദീർഘമായി കരയാൻ വിടുന്നോണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? കുട്ടികൾക്ക് പലപ്പോഴും തർക്ക സ്വഭാവം, സമരമനസ്, ഫൈറ്റിംഗ് മെന്റാലിറ്റി, ക്ലേഷിംഗ് മെന്റാലിറ്റി, തർക്ക സ്വഭാവം ഇത് വളരുന്നതിൻ്റെ പ്രധാന കാരണം അവരെ ദീർഘമായി കരയാൻ വിടുന്നോണ്ടാണ്. കരച്ചിൽ ചെറിയ പ്രശ്നമൊന്നുമല്ല. കുറച്ച് കരയണം. ദീർഘമായി കരയാൻ വിട്ടാൽ അവരിൽ ഒരുതരം വാശി ജനിക്കും. പിന്നെ കോളേജിലും സ്കൂളിലൊന്നും പോകേണ്ട തന്നെ അവൻ വലിയ വാശിക്കാരനാവും. ചില ഉമ്മമാർ പറയുന്നില്ലേ, ഭയങ്കര വാശിയാണ് എൻ്റെ കുട്ടിക്ക്. എത്ര കുട്ടിൻ്റെ വയസ്സ്? 3 വയസ്സ്. എത്ര വയസ്സ്? 4 വയസ്സ്. വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. കുഞ്ഞുങ്ങൾ ദീർഘമായി കരയാൻ അനുവദിക്കരുത്. കുറച്ച് കരയണം, അത് നല്ലതാണ്. അതേസമയം ദീർഘമായി കരയുന്ന കുട്ടികൾ തീർച്ചയായും ആ കുടുംബത്തിനും ആ ഉമ്മാക്കും ആ ഉപ്പാക്കും വലിയ ഭാരമായി തീരും. ആ കുട്ടി കരഞ്ഞുകൊണ്ട് വലിയൊരു ഇൽമ കിട്ടിയല്ലേ? അല്ലേ? അള്ളാഹു കുട്ടിക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, നല്ല ഇൽമും കൊടുക്കട്ടെ. കാരണം ചില കാര്യങ്ങളാണ് ചില ഇൽമ കിട്ടാൻ കാരണമാവുക. ഇനി വേറെ പെണ്ണുങ്ങന്മാർ കുഞ്ഞുങ്ങളെ കരയിക്കണ്ട, ദുആ കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. ഏത് മനസ്സിലായില്ലേ? ഇടയ്ക്ക് അങ്ങനെ ഒരു ദുആ കിട്ടുന്ന എന്നാ പിന്നെ എൻ്റെ കുട്ടിയും കരയട്ടെ, അങ്ങനെ ദയവേത് വിചാരിച്ചേക്കരുത്. ആ കരയുന്ന കുഞ്ഞിക്ക് മുട്ടായി കൊടുത്തിട്ട് തൽക്കാലം നിർത്തുക. ഓക്കെ.